എന്നാൽ ഒരു പഞ്ചായത്ത് പ്രദേശത്തിലെ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ജനസംഖ്യ ഏതെങ്കിലും സ്ഥാനം അവർക്കായി സംവരണം ചെയ്യുന്നതിന് അപര്യാപ്തമായി വരുന്ന പക്ഷം പട്ടികജാതിക്കാരോ പട്ടികവർഗക്കാരോ കൂടുതൽ ഉള്ള വിഭാഗത്തിനും ആ പഞ്ചായത്തിലെ സ്ഥാനം സംവരണം ചെയ്യേണ്ടതാണ്. അപ്പം ഇവിടെ പറഞ്ഞെന്താ, പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും 8-2 എന്ന രീതിയിലാണ് സ്ഥാനങ്ങൾ കൊടുക്കേണ്ടത്. മൊത്തം ജനസംഖ്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പട്ടികവർഗക്കാർക്ക് എന്തുണ്ട്, സ്ഥാനമുണ്ട് എന്ന് പറയാൻ ജനസംഖ്യയുണ്ട്. പട്ടികജാതിക്കാർക്ക് അവിടെ ജനസംഖ്യ ഇല്ലെങ്കിൽ അവിടെ പട്ടികവർഗക്കാർക്ക് മാത്രം സംവരണം കൊടുത്താൽ മതി. തിരിച്ചു ചില സ്ഥലങ്ങളിൽ പട്ടികവർഗക്കാരില്ല, ഇല്ലെങ്കിൽ പട്ടികവർഗക്കാർക്ക് ഇത് കൊടുക്കണ്ട, റെപ്രസെന്റേഷൻ കൊടുക്കണ്ട. പഞ്ചായത്തിൽ മൊത്തം 2% ജനസംഖ്യയെങ്കിലും പട്ടികവർഗക്കാരുണ്ടെങ്കിൽ മാത്രം ഒരു സീറ്റ് നീക്കി വെച്ചാൽ മതി. പട്ടികജാതിക്കാർക്ക് 8% ജനസംഖ്യ ഉണ്ടെങ്കിൽ മാത്രം ഒരു സീറ്റ് നീക്കി വെച്ചാൽ മതി. ആ രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്നുകൂടെ കേട്ടോളൂ. എന്നാൽ ഒരു പഞ്ചായത്ത് പ്രദേശത്തിലെ പട്ടികജാതിക്കാരുടെയോ പട്ടികവർഗക്കാരുടെയോ ജനസംഖ്യ ഏതെങ്കിലും സ്ഥാനം അവർക്കായി സംവരണം ചെയ്യുന്നതിന് അപര്യാപ്തമായി വരുന്ന പക്ഷം പട്ടികജാതിക്കാരോ പട്ടികവർഗക്കാരോ ആരാണോ കൂടുതലുള്ളത് അവർക്ക് ആ സീറ്റ് കൊടുക്കണം. അപ്പം പട്ടികജാതിക്കാരില്ല, പട്ടികവർഗക്കാരാണ് ഭൂരിപക്ഷം ഉള്ളത് എങ്കിലാണെങ്കിൽ പട്ടികജാതി സംവരണം ആ പഞ്ചായത്ത് കാണത്തില്ല, പട്ടികവർഗ സംവരണേ കാണും. ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഒരാൾ കേസ് കൊടുത്തിരുന്നു. അയാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല കേട്ടോ. അയാൾ ഇതുപോലുള്ള ഇങ്ങനെയുള്ള ഇഷ്യൂലൊക്കെ കേസ് കൊടുക്കുന്ന ആളായിരുന്നു. അയാൾ വേറെ ചില പരിപാടികളും ചെയ്യുന്നുണ്ടായിരുന്നു. ആ പരിപാടിയുടെ അടിസ്ഥാനത്തിലാരോ അയാൾക്ക് പണി കൊടുത്തെന്നാണ് കേൾക്കുന്നത്. എന്തായാലും കൃത്യമായ കാര്യം എനിക്കറിയില്ല, പറയുന്ന മോശമാണ്. അപ്പോ അടുത്തത് 7-5 4-ാം ഉപവകുപ്പ് പ്രകാരം സംവരണം ചെയ്ത സ്ഥാനങ്ങളിലെ എണ്ണത്തിൽ മുന്നിൽ സർക്കാർ അതത് സംഗതി പോലെ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന സ്ത്രീകൾക്കും സംവരണം ചെയ്യണം. അപ്പം നമുക്കറിയാമല്ലോ, ഇപ്പൊ 50% ത്രിതല പഞ്ചായത്തിൽ വനിതാ സംവരണം. അത്രയും നീതിബോധമുള്ള സർക്കാർ, കേന്ദ്ര സർക്കാർ അല്ലെ സംസ്ഥാന സർക്കാർ, അതിന് കാരണമായ ഈ പാർട്ടിക്കാർ എന്തുകൊണ്ട് നിയമസഭയിൽ 50% സംവരണം ഏർപ്പെടുത്തുന്നില്ല എന്നതൊരു വലിയ ചോദ്യമാണ്. പാർലമെന്റിലും 50% സംവരണം ഏർപ്പെടുത്തിയിട്ടില്ല. ഈ വനിതകൾക്ക് വോട്ട് കിട്ടിയത് തന്നെ ഡോക്ടർ അംബേദ്കറുടെ ശ്രമഫലമായിട്ടാണെന്ന് അറിയാമല്ലോ. അതിലേക്ക് ഞാൻ ചർച്ച പോകുന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും സ്ത്രീ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സമുദായ സംഘടനയുടെ പ്രയത്നം കൊണ്ടോ അവർ പ്രവർത്തിക്കുന്ന പാർട്ടി സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടോ അല്ല. മഹാനായ ഡോക്ടർ അംബേദ്കർ 1932 നേടിയെടുത്ത മാക്ഡൊണാൾഡ് അവാർഡിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ വനിതകൾ വോട്ട് ചെയ്യുന്നത്. അത് ബ്രാഹ്മണ സ്ത്രീ ആണെങ്കിൽ കൂടി. ഓക്കെ, അടുത്തത് 7-6 ഒരു ഗ്രാമപഞ്ചായത്തിലെ ആകെ സ്ഥാനങ്ങളുടെ എണ്ണത്തിന്റെ 1/3 സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. ആ 1/3 എന്നുള്ളത് മാറി 50% ആയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ വായിക്കുന്നില്ല. അപ്പൊ വനിതാ സംവരണം എത്രയാണ്? 50%. അത് 7-6 വനിതാ സംവരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ നിയമം നിലവിൽ വന്നപ്പോൾ 1/3 സംവരണം. അതിനുശേഷമാണ് 50% സംവരണമാക്കി. ഗ്രാമപഞ്ചായത്തിലെ അടുത്തത് 7-7 3, 6 എന്നീ ഉപവകുപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന യാതൊന്നും തന്നെ പട്ടികജാതി വർഗത്തിൽ പെടുന്ന ആളുകളെ സ്ത്രീകളായോ ഒരു ഗ്രാമപഞ്ചായത്തിൽ സംവരണം ചെയ്യപ്പെടാത്ത സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നതിൽ തടസ്സമില്ല. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? പട്ടികജാതിക്കാർക്ക് സംവരണമുണ്ട്, പട്ടികവർഗക്കാർക്ക് സംവരണമുണ്ട്, പട്ടികജാതി വനിതയ്ക്ക് സംവരണമുണ്ട്, പട്ടികവർഗ വനിതയ്ക്ക് സംവരണമുണ്ട് എന്നതുകൊണ്ട് ജനറൽ സീറ്റിൽ മത്സരിക്കുന്നതിന് നിയമപരമായി തടസ്സമില്ലെന്നാണ് പറഞ്ഞത്. അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഗ്രാമപഞ്ചായത്തിന് ആ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ തങ്ങൾക്കിടയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉണ്ടായിരിക്കേണ്ടത്. അതെന്താ അങ്ങനെ പറയുന്നറിയാമോ? അപ്പോ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരാൾക്ക് മത്സരിക്കാൻ പറ്റുന്നത് അയാളുടെ സ്വന്തം പഞ്ചായത്തിലെയോ അപ്പുറത്തെ പഞ്ചായത്തിൽ പോയി മത്സരിക്കാൻ പറ്റത്തില്ല. അതറിയാമല്ലോ. അതാണ് ആ നിയമം പറയുന്നത്. സ്വന്തം പഞ്ചായത്തിൽ നിന്നാണ് പ്രസിഡന്റ് ഉണ്ടാകേണ്ടത്, സ്വന്തം പഞ്ചായത്തിൽ നിന്നാണ് വൈസ് പ്രസിഡന്റ് ഉണ്ടാകേണ്ടത് എന്നാണ് അവിടെ പറഞ്ഞത്.
അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഘടന. ബ്ലോക്ക് പഞ്ചായത്തിൽ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്?